ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ സൈറ്റിലായിട്ടുള്ളേ. നമ്മള് ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന. അപ്പോൾ നമ്മൾ മേക്കുന്ന സൈറ്റിലുള്ള. അപ്പോൾ ഇവിടെ ഫ്ലോറിങ് കഴിഞ്ഞ പാട് നമ്മൾ പ്രൊട്ടക്ഷൻ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടേ അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെയും കുറെ പണിക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലോറിങ് കഴിഞ്ഞ പാടും അതുകൊണ്ട് തന്നെ ഫുള്ള് പേപ്പർ വിരിച്ചിട്ടു. കാരണം പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ, നമ്മൾ മാത്രമാകുമ്പോൾ ശ്രദ്ധിക്കും, പക്ഷേ മറ്റുള്ള പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരവരുടെ ടൂൾസും കാര്യങ്ങളൊക്കെ പേപ്പറൊന്നും ഇടാണ്ട് കൊണ്ടുവന്നിട്ട് ടൈൽസിന്റെ മേലെ വെച്ചിട്ട് ടൈൽസ് ആകെ തവിട്ടുകൂടി വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്ലോർ വിരിക്കും, ഓരോ റൂം വിരിക്കുന്നതിനനുസരിച്ച് പേപ്പർ ഇട്ട് ക്ലിയർ ആക്കിയിട്ട് വരുന്നുണ്ട്. അപ്പം ഒന്നും ആവൂല. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നല്ല പറയാൻ വന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിന് ടൈൽസ് വെക്കാൻ ഏകദേശം എത്ര റേറ്റ് ആവും. അപ്പൊ ഞാൻ എന്റേതായ രീതിക്ക് കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഏകദേശം റേറ്റ് അങ്ങനെ പല സ്ഥലങ്ങളിലും പല പൈസ ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ആവറേജ് വീടിന്റെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു നില വീട്, ഒരു 2 ബെഡ്റൂം, അതിൽ കിച്ചൺ വർക്ക് ഏരിയയിൽ ടോയ്ലറ്റ്, അതുപോലെ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ സ്റ്റെയർ കേസ്, സിറ്റ് ഔട്ട്, ഇത്രയുള്ള ഒരു നോർമൽ വീടാണെങ്കിൽ നമ്മൾ ഏകദേശം റേറ്റ് ഒരു 70, 75, 80,000 രൂപയുടെ അടുക്കെ ലേബർ വരും. അതിപ്പം സ്റ്റെയർ കേസ് ഡബിള് 45, അതുപോലെ കിച്ചണിന്റെ ടേബിള് 45, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നോണ്ടാട്ടോ. കുറച്ച് മോഡലായിട്ട് എടുക്കുന്നതിന്റെ കാര്യം പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് വരുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 50, 55 ആ റേഞ്ചേ വരും. നമ്മൾ കുറച്ച് മോഡലാക്കി ചെയ്യുമ്പോൾ ഒരു 75, 80 അടുക്ക് വരും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ നോർമലി ചെയ്യല്. സ്ക്വയർ ഫീറ്റ്, പിന്നെ സ്ക്വയർ ഫീറ്റിലും ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇപ്പൊ പൈസേന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആദ്യമേ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും ഏകദേശം എത്ര പൈസക്ക് തീർക്കാൻ പറ്റും. പിന്നെ നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന വർക്കുകളാണ്. സ്ഥിരം ചെയ്യുന്ന എഞ്ചിനീയർമാരെയും അതുപോലെ തന്നെ വീട്ടുകാർ ഇപ്പൊ ഒരു വീട്ടിൽ ചെയ്ത ബന്ധം വെച്ചിട്ട് തന്നെ കുറെ പണികൾ, വർക്കുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള വീടുകളാകുമ്പോൾ നമ്മുടെ പണി അവർക്ക് അറിയാം. അപ്പൊ നമ്മൾ ആദ്യം പറയുകയും ചെയ്യും ഇത്ര പണി നല്ല നീറ്റിൽ എടുക്കുന്നോണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോ പലരും നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ പറയുമോ ഇത്രയൊന്നും ആവൂല, ഞങ്ങൾ 30 ചെയ്യും, 35 ചെയ്യും, 40 ചെയ്യുന്നൊക്കെ. പക്ഷെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെങ്കിൽ വർക്ക് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. ഇപ്പൊ ഹിന്ദിക്കാരെല്ലാം ചെറിയ പൈസക്ക് എടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം ഒരു കൊല്ലം കഴിയുമ്പോഴത്തേനും അത് മാറ്റി വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ എത്ര കൊല്ലം വീടുണ്ടോ അത്രയും കൊല്ലം നിൽക്കാൻ പാകത്തിനെ ചെയ്യാം. അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള പൈസയാന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്റെ ഒരു ആവറേജ് കണക്ക് ഇങ്ങനെയാണ്. പിന്നെ വലിയ വീട്, ഇപ്പൊ 2 നില വീടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ റണ്ണിങ് ഫീറ്റിലും അതുപോലെ തന്നെ മാറ്റങ്ങളൊക്കെ വരാം. അപ്പൊ അന്നേരം കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ മാറും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഇപ്പൊ സിമ്പിളായിട്ട് ചെയ്യാൻ പറയും. ചില ആൾക്കാർ ഇപ്പൊ സ്റ്റെയർ കേസ് 45, അത് ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് 45 വേണമെന്ന് പറയും, കിച്ചൺ ടേബിൾ 45 വേണമെന്ന് പറയും. വർക്ക് ചെയ്യാൻ 45ന്റെ പണിയൊക്കെ വരുമ്പോഴാണ് കുറച്ച് റേറ്റ് ജാസ്തിയാവും. കാരണം നല്ലോണം പണി പിടിക്കും. നല്ല നീറ്റിൽ എടുക്കണമെങ്കിൽ നല്ലോണം പണി പിടിക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ നമ്മുടെ വർക്ക് നമ്മൾ മേടിക്കുന്ന പൈസക്ക് വർക്ക് അവിടെ ഉണ്ടാവും. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ഇതുവരെ വർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ എന്റെ വർക്ക് നല്ല നീറ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തന്നെ നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട്, ഇപ്പൊ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, പണി ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലും പണിക്കാർ വരുമ്പോൾ നമ്മളത് ആ പണിക്കാരോട് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്പീഡ് ഒരിക്കലും, ഞാനിപ്പോ എന്റെ കൂടെ പുതിയതായിട്ട് ഏത് പണിക്കാർ വന്നാലും ഞാൻ അവരോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ സ്പീഡോ അല്ലെങ്കിൽ സമയം പോയി എന്ന് വെച്ചിട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന പണി, ഇപ്പോൾ ഒരു ടൈൽസ് ആണെങ്കിൽ ഒരു ടൈൽസ് നല്ല നീറ്റിൽ തന്നെ പണിയെടുത്ത് പഠിക്കണം. ഒരു ഗ്യാപ്പോ സൗണ്ടോ അതുപോലെ തന്നെ ബെൻഡോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ആദ്യം കുറച്ച് സ്പീഡൊക്കെ കുറവുണ്ടാവും, പിന്നീട് സ്പീഡായി വരും. അപ്പൊ നമുക്കിപ്പോ പിന്നെ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് പണി പഠിച്ചിട്ട് വന്നേക്കുന്നേ. അപ്പം നമ്മളിപ്പം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. അവർക്കിപ്പം ചില ആളുകൾ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരിക. അപ്പൊ നമ്മളങ്ങനെയല്ല. നമ്മളോട് ആര് വന്നാലും നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പണി നീറ്റ് ചെയ്യാം, സ്പീഡ് നമുക്ക് ആക്കി എടുക്കാം. നമ്മൾ എന്തിതായാലും നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല
നീറ്റിൽ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പീഡായി വരും. ആദ്യം തന്നെ സ്പീഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും വർക്കിന് നീറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാനങ്ങനെയാണ് എൻ്റെ കൂടെ വരുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മളിപ്പോ ഒരു ദിവസം വൈകി തീർത്തു കൊടുത്താലോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു പൈസ നമുക്കിപ്പോൾ ലാഭത്തിൽ കുറവെന്ന് വെച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു സൈറ്റിൽ നിന്ന് നമ്മൾ സ്പീഡിൽ തീർത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ലാഭം മേടിക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണി കംപ്ലൈന്റ് ആണെങ്കിൽ പിന്നെ അവരെ കെയർ ഓഫിൽ ഒരു വർക്ക് കിട്ടൂല. ആ സമയത്ത് നമ്മളിപ്പോൾ മെല്ലെ ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വീട്ടുകാരെ തന്നെ നമുക്ക് ആ വർക്ക് തീരുന്നതിന് മുമ്പ് നമുക്ക് വേറെ വർക്ക് പിടിച്ചു തരും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇരിക്കേണ്ടി വരും. ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ എന്താ പറയുക, ഇവരുടെ ബന്ധത്തിൽ ആരൊക്കെ വേണം ഞാൻ വീട് എടുക്കുന്നുണ്ട് അവരെല്ലാം വർക്ക് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു 1000 കുറഞ്ഞാലും അതെല്ലാം നമുക്ക് അടുത്ത സൈറ്റിൽ നിന്ന് അങ്ങനെ മേക്കപ്പായി പോകും. നമുക്ക് സ്ഥിരം പണിയുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരാളാണ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു കൊടുക്കുക നമ്മുടെ പണിക്കാരോട്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല നീറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ചെറിയൊരു പൈസ എന്തെങ്കിലും കുറവെന്നാൽ അത് വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. കാരണം ഇപ്പോഴത്തെ വീട്ടുകാർ ക്ലയന്റുകളെല്ലാം മനസ്സിലാക്കി നല്ല രീതിക്ക് ചെയ്തു കൊടുത്താൽ അവർ നല്ലോണം നമ്മളെ സഹായിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ വർക്ക് കോളാക്കി വെച്ചിട്ട് പിന്നെ അവരോട് പൈസക്ക് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കുക. അപ്പൊ ചെയ്യുന്ന വർക്ക് നമ്മൾ നീറ്റായിട്ട് എടുക്കുക. അപ്പൊ അതിനുള്ളൊരു പൈസയാണ് നമ്മൾ പറയുന്നത്. പിന്നെ സ്പീഡിലും കാര്യങ്ങളിലൊക്കെ നമ്മുടെ വർക്ക് വേഗത്തിൽ തീരുന്നതാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണ്ട പോലെയൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ രീതി. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ഇതാന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കമന്റിൽ ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് എൻ്റെ വീട് 2500 സ്ക്വയർ ഉണ്ട്, വാൾ ഇത്രയുണ്ട്, ഫ്ലോർ ഇത്രയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ടൈലിന്റെ റേറ്റും അതുപോലെ ഗമ്മിന്റെ റേറ്റും അതുപോലെ തന്നെ നമ്മുടെ ലേബറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആവറേജ് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ നാട്ടിലും ഓരോ രീതിക്കാണ് പണിയെടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ തലശ്ശേരിയാണ് താമസം. നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര പൈസയാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ കഴിയും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുക, നമ്മളൊന്ന് സഹായിക്കുക. ഓക്കെ.